ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയതിന് പിന്നാലെ സൗഹൃദ കാരൽ സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് VHPയുടെ ഈ നിലപാട്, ഈ നടപടി. ഏത് തരത്തിലേക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്? അനുജ, ഇപ്പോൾ നല്ലേപ്പള്ളിയിൽ ഇതാ ഡിവൈഎഫ്ഐയുടെ സൗഹൃദ കരോൾ പുരോഗമിക്കുകയാണ്. സ്കൂളിന് മുന്നിൽ നിന്ന് തന്നെയാണ് അവർ ഈ പ്രതിഷേധം, ഒരു സൗഹൃദ കരോൾ എന്നുള്ള നിലയ്ക്കുള്ള ഈ പരിപാടി ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ മാത്രമല്ല, യൂത്ത് കോൺഗ്രസും സമാനമായ രീതിയിലുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവരിതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു നിലയ്ക്കും ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത് അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ ചേരുന്നുണ്ട്. സത്യത്തിൽ VHP ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്തായിരിക്കും? ഇവിടെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളൊന്നും കേട്ടുകേൾവിയില്ല. കേരളം ഒരു മതനിരപേക്ഷതയുടെ നാടാണ്. എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആളുകളാണ് മലയാളികൾ. അത് ഏത് തരത്തിൽപ്പെട്ടാണെങ്കിലും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എന്നത് എല്ലാവരുടെയും വികാരമാണ്. അപ്പോൾ സ്കൂളിനകത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വർഗീയതയുടെ വിഷവിത്തുക്കളുമായി കടന്നു ചെന്ന VHP ഇവിടെ ക്രിസ്മസ് നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അത്തരത്തിലുള്ള ആളുകളെയാണ് പുറത്തെറിയേണ്ടത്, അവരെയാണ് മാറ്റി നിർത്തേണ്ടത്. മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് മാത്രമല്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത്. അവിടെ നൽകുന്ന ഒരു സന്ദേശം നോക്കൂ. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മതനിരപേക്ഷതയുടെ തുരത്തായിട്ടുള്ള കേരളമാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നത്. നോക്കൂ, ഒരുമിച്ച് നിന്നാണ് നമ്മൾ വർഗീയതയെ തുരത്തിയിട്ടുള്ളത് എന്നും. ആ നാടാണ് കേരളം. ആ കേരളത്തിലേക്ക് ഈ വർഗീയതയുമായി കടന്നു ചെന്ന ആളുകളെ തീർച്ചയായും ഈ നാട് ഒറ്റപ്പെടുത്തും, ജനങ്ങൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സൗഹൃദ കരോൾ ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് പാപ്പയുണ്ട്, അവരിങ്ങനെ നിരത്തിലൂടെ ആ സന്ദേശം കൃത്യമായി നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അല്പം കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി കൂടി നടക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ ഇതിനോടകം തന്നെ, പക്ഷേ ഇവിടെ 3 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് നടപടി വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഈ കൃത്യമായൊരു സന്ദേശം നൽകുക, അതായത് ഇത്തരത്തിലുള്ള സ്കൂളിലെത്തി, അതായത് അതാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. സ്കൂളിലെത്തി കുട്ടികൾ നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുക, അവിടെ വെച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുക, ക്രിസ്മസ് അല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് ആഹ്വാനം നൽകുക, ഇതൊക്കെയാണ് വലിയ രീതിയിൽ ഇപ്പോൾ DYFI അടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സൗഹൃദ കരോൾ ഇപ്പോൾ ഇതാ ചിറ്റൂരിൽ പുരോഗമിക്കുകയാണ്, നല്ലേപ്പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇനി യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി കൂടി, സൗഹൃദ കരോൾ കൂടി നല്ലേപ്പള്ളിയിൽ ആരംഭിക്കും. അനുജ, ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ VHPയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇന്നലെ അവർ ചെയ്തതിൽ അവരിപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണോ നിഖിൽ? അനുജ, ഈ വിഷയത്തിൽ ഇപ്പോൾ VHP സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അവർ പറയുന്നത് 2 കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ തന്നെ VHP ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇത് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിക്കെതിരെയല്ല ഞങ്ങളുടെ പ്രതിഷേധം, സ്കൂളിന് പുറത്തേക്ക് ഈ പ്രതിഷേധങ്ങൾ സ്കൂളിന് പുറത്തേക്ക് ഈ കരോൾ നീണ്ടതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്നാണ് അവർ പറയുന്നത്. സ്കൂളിന് പുറത്തും കുട്ടികളെ ഇറക്കി കരോൾ സംഘടിപ്പിച്ചു, അതിലാണ് ഞങ്ങൾ പ്രതിഷേധം ഉയർത്തിയത്, അതല്ലാതെ അധ്യാപകരെ അസഭ്യം പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പോലീസിന്റെ FIRൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, സ്കൂളിന് പുറത്തേക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല, കരോൾ സംഘടിപ്പിച്ചിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായുണ്ട്. അത് മാത്രമല്ല, ഈ VHP പ്രവർത്തകർ സ്കൂളിലെത്തി ഈ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സ്കൂൾ അധികൃതർ പുറത്തുവിട്ടിട്ടുമുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഇന്നിപ്പോൾ ഈ അല്പം കൂടി ഈ വിഷയം വളർന്നപ്പോൾ നമ്മളിവിടെയുള്ള VHP പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സംഘപരിവാർ സംഘടനകളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മേഖലയിൽ ഇതൊരു അതിർത്തി മേഖലയാണ്, ഇവിടെ മതപരിവർത്തനം, ക്രിസ്ത്യൻ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അത് തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും അതൊന്നും ഈ സ്കൂളിൽ കയറി ഇത്തരത്തിലുള്ള പരിപാടി അലങ്കോലപ്പെടുത്തിയതിനുള്ള കാരണമായി എടുക്കാൻ കഴിയാവുന്നതല്ല. സ്കൂൾ കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. UP സ്കൂൾ എന്ന് പറയുമ്പോൾ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൽ കയറി അവിടുത്തെ ഒരു ആഘോഷം തടയാൻ, അല്ലെങ്കിൽ അതിലെ അസഭ്യം പറഞ്ഞ അധ്യാപകരെ മനോവീര്യം കെടുത്താൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല. സ്കൂളിൽ സ്വാഭാവികമായിട്ടും ഓണവും ക്രിസ്മസും പെരുന്നാളും ഒക്കെ ആഘോഷിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു വേർതിരിവ് വെച്ചുകൊണ്ടല്ല ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ന്യായീകരണമില്ലാത്ത ഒരു വിശദീകരണമായാണ് അതിനെ കാണുന്നത്. എന്തായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു വീഴ്ചയിൽ
കാര്യമായി അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്താൻ സംഘപരിവാർ സംഘടനകളടക്കം അധികം രംഗത്തെത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സന്ദീപ് വാര്യർ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ള പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയാൽ ഉടനെ ക്രിസ്തുമസ് കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. എന്തായാലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോഴിതാ നല്ലേപ്പിള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുജ, പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലാണ് ഇന്നലെ ക്രിസ്മസ് ആഘോഷം VHP പ്രവർത്തകർ തടഞ്ഞത്. അവർ അലങ്കോലപ്പെടുത്തുകയായിരുന്നു, സ്കൂളിലേക്ക് എത്തി. അതിനെ തുടർന്ന് ഇപ്പോൾ വലിയ പ്രതിഷേധമുയരുകയാണ് VHPയുടെ ആ നടപടിക്കെതിരെ. TP രാമകൃഷ്ണൻ നേരത്തെ വിമർശിച്ച് പ്രസ്താവന നടത്തിയിരുന്നു. ഇപ്പോൾ DYFIയുടെ സൗഹൃദ കാരൾ ഇതേ മേഖലയിൽ തന്നെ പുരോഗമിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സൗഹൃദ കാരൾ അല്പസമയത്തിനകം ആരംഭിക്കും.